ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഇന്നലെ ഹാക്ക് ചെയ്ത വിഷയം ഒരു വീഡിയോ നിങ്ങളുമായി ഞാൻ ഇന്നലെ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് നൽകാൻ വേണ്ടി നമ്മൾ ഞങ്ങളൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യം, എനിക്ക് പേഴ്സണലി ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ വന്ന ഏറ്റവും വലിയൊരു മെസ്സേജ്, നമ്മുടെ എജുപോൻ്റെ നമ്മുടെ ആപ്പിൻ്റെ ക്ലാസ്സിന് ഇത് ബാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതൊരിക്കലും നമ്മുടെ ആപ്പിൻ്റെ ക്ലാസ്സോ അല്ലെങ്കിൽ എജുപോൻ്റെ മറ്റ് നമ്മുടെ പരിപാടിയായിട്ട് യാതൊരു കണക്ഷൻസും ഇല്ല. ഇത് കറക്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽസ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ത്രൂ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, നമ്മുടെ റെക്കോർഡ് വീഡിയോസൊക്കെ നൽകുന്നതിന് ഒരുപാട് പരിമിതികൾ നിലവിലുണ്ട്. അത് മാത്രമേ ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആപ്പിൻ്റെ ക്ലാസ്സിനെയോ നമ്മുടെ ആപ്പിൻ്റെ ഷെഡ്യൂളിനെ ഒന്നിനും അതിന് ബാധിക്കുന്ന ഒരു വിഷയമല്ല. പലരും ഇന്നലെ ചോദിച്ചു. അതിനാണ് ഒരു പിന്നെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പലരും കമൻറ്റ് ചെയ്തൊരു കാര്യം, ഇത് ഏപ്രിൽ ഫൂളാണ് അല്ലെങ്കിൽ എന്താണ് ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലുമല്ല. നിങ്ങൾ മുന്നേ ഇങ്ങനെ ആരെങ്കിലും പല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറ്റിച്ചിട്ട് അതുമായി യാതൊരു കണക്ഷൻ ഇതിനില്ല. കാരണം എൻറ്റയർലി കംപ്ലീറ്റ്ലി നമ്മുടെ ടീം അതിൻ്റെ പുറകിലാണ്. പിന്നെ നിലവിലെ നമ്മുടെ ചാനലിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നമുക്ക് ഒരു വീഡിയോ ഇപ്പോൾ നിലവിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, അവർക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ആ രീതിയിലേക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഫ്രീസ് ചെയ്ത ഒരു അവസ്ഥയിലാണുള്ളത്. ഇത് നമ്മുടെ നമ്മുടെ സെക്കൻഡറി മെയിലും പരിപാടികളൊക്കെ ആയിട്ട് അതിൻ്റെ ടെക്നിക്കൽ ടീം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ഒരു ഇൻഫർമേഷൻ എനിക്കറിയില്ല. നിലവിലൊരു സ്ഥിതി ഇതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സെക്കൻഡറി മെയിലേക്ക് നമ്മുടെ ചാനലിലെ കൺട്രോൾ എത്തിക്കുക എന്നുള്ളത് നമുക്കിനി ചെയ്യാനുള്ളത്. അതിൻ്റെ പ്രോസസ്സ് നമ്മുടെ ടീം ഇന്നലെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കണ്ടിന്യൂഷൻ, അതിൻ്റെ ഫോളോ അപ്പ് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആപ്പിലൂടെ ഇനി വരുന്ന വീഡിയോസ്, അത് ഇനിയിപ്പോൾ ഒരു പുതിയ വീഡിയോസ് അതിൽ വരും. കാരണം ആ രീതിയിൽ നമ്മുടെ ചാനൽ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കും നമുക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആപ്പിന് ഇതൊരിക്കലും ബാധിക്കുന്ന വിഷയമല്ല. അത് എൻ്റയർലി എന്ത് ചെയ്യണം, ആപ്പും കാര്യങ്ങളും വേറെ തന്നെ സംഭവമാണ്. അതുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യില്ല, യാതൊരു രീതിയിലും അതിലേക്ക് ബാധിക്കുന്ന ഒരു വിഷയമല്ല. നിങ്ങളുടെ ആപ്പിലെ ക്ലാസ്സും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് അതിൻ്റെ മുറക്ക് തന്നെ എന്ത് ചെയ്യും, നടന്നു പോകും. യാതൊരു ബുദ്ധിമുട്ടും അതിലില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സപ്പോർട്ട്. എപ്പോഴും പറയുന്ന കാര്യമാണല്ലേ, ചിലപ്പോൾ നമുക്കൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടി വരും. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സിൻ്റെയും ഓക്കെ, നിങ്ങൾ ആലോചിച്ചു എത്ര ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനലാണല്ലേ. നമ്മൾ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ അതിനെപ്പറ്റി കുറേ ഉണ്ടാവും. അത് തൽക്കാലം ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൃത്യമായി ഞങ്ങൾക്ക് വേണ്ട ഒരു സമയമാണ്. ബൈ ചാൻസ് പുതിയൊരു യൂട്യൂബ് ചാനലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളറിയുന്ന വിദ്യാർത്ഥികൾക്ക് മൊത്തം, അതായത് ഇത് ഏത് ക്ലാസ് ആണെങ്കിലോ നിങ്ങൾ കൃത്യമായി ഇതിൽ ഷെയർ ചെയ്തിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് വേണം. അതർവൈസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പഴയ ചാനൽ നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു സപ്പോർട്ടും പ്രാർത്ഥനയും പിന്തുണയൊക്കെ അതിൻ്റെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ അവസ്ഥകൾ, അപ്ഡേറ്റ്സുകൾ. ബാക്കി അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾ എത്തിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ജസ്റ്റ് ഒന്ന് നിഹാൽസ് പെർസ്പെക്റ്റീവ് ചാനൽ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബാക്കി അപ്ഡേറ്റ്സ് അറിയിക്കാം. സോ താങ്ക് യു, ബൈ.